നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് ടെലികോം കമ്പനികൾക്ക് സൃഷ്ടിക്കുന്നത് ആശങ്ക. റിലയൻസ് ജിയോയ്ക്കും എയർടെലിനും തൽക്കാലത്തേക്ക് ആശ്വസിക്കാമെങ്കിലും ബഡ്ജറ്റ് വോഡഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല. ബഡ്ജറ്റിൽ മൊബൈൽ ബേസ് സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്ന പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അസംബ്ലി യൂണിറ്റിന്റെ നികുതി കൂട്ടിയതാണ് വിഐക്ക് തിരിച്ചടിയാവുന്നത്. 5% നിന്നും ഇറക്കുമതി തീരുവ 15%-ആയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തീരുവ കൂട്ടിയതോടെ രാജ്യത്ത് 5G സേവനങ്ങൾ നൽകുന്നതിന് വിഐക്ക് കൂടുതൽ പണം ചിലവിടേണ്ടിവരും. അടുത്ത 6 മാസത്തിനുള്ളിൽ രാജ്യത്ത് 5G സേവനം വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി വിഐ മുന്നോട്ടു പോകുന്നതിനിടെയാണ് ബഡ്ജറ്റിലെ നികുതി വർധന. പല സെക്ടറുകളിലും 4G സേവനം വ്യാപിപ്പിക്കുവാനും വിഐക്ക് പദ്ധതിയുണ്ട്. നിലവിൽ രാജ്യത്തിന്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും 5G സേവനം എത്തിച്ച എയർടെലിനും ജിയോയ്ക്കും ബഡ്ജറ്റ് നിർദ്ദേശം തൽക്കാലത്തേക്ക് തിരിച്ചടിയാവില്ല. ഇറക്കുമതി തീരുവ ഉയർത്തിയതോടെ മൊബൈൽ നെറ്റ്വർക്ക് സ്ഥാപിക്കാനുള്ള ചെലവ് 4 മുതൽ 5% വരെ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിന്റെ ഭാരം കൂടി മൊബൈൽ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് നൽകാനൊരുങ്ങിയാൽ രാജ്യത്തെ ടെലികോം ചാർജുകൾ വീണ്ടും ഉയരും.